ഹലോ ഗായ്സ്, വെൽക്കം ടു ദ ഫൺ ഫാക്ടറി. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രിസം ലൈവ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു സ്ട്രീമിംഗ് ആപ്ലിക്കേഷനാണ്. ഇത് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ, വിൻഡോസ് 3 അവൈലബിൾ ആണ്. എൻ്റെ വെബ്സൈറ്റ് ഇതാണ്. ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. നമ്മൾ OBS സ്റ്റുഡിയോയെ പറ്റി കേട്ടിട്ടുണ്ടാവും, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ OBS സ്റ്റുഡിയോ പോലെ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം, സ്ട്രീമിംഗ് റെക്കോർഡിങ്ങിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണിത്. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഇതിൽ 6 സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക്, അതായത് ട്വിച്ച്, യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒരേ സമയം നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഒരുപാട് നല്ല യൂസ് ഉള്ള ആപ്ലിക്കേഷനാണിത്. കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിനകത്ത് ഇങ്ങനെയാണ് വെബ്സൈറ്റ്. അതിൽ അവതാരം ക്രിയേറ്റ് ചെയ്യാനും കുറേ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്ത് ഒരു 2 ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊബൈലിലും ഉണ്ട് ഇത്, ആൻഡ്രോയിഡിലും ആപ്പ് സ്റ്റോറിലും ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് PC-യിലാണ്. സ്ട്രീം ചെയ്യാൻ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റുന്നുണ്ട്. അധികം റിസോഴ്സ് ഉപയോഗിക്കാത്തതാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഈ വെബ്സൈറ്റിൽ കയറുക, എന്നിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുക. ഡൗൺലോഡ് വിൻഡോസിന് വേണോ മാക് OS വേണോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഞാനിപ്പോൾ 3-4 ചാനൽ ഞാനിപ്പം സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ട് ഒരേ സമയം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മേൽവശത്ത് ഇവിടെ കൊടുത്തിട്ട് ആഡ് ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചാനലിൽ കാണിച്ചു തരും. ഇതിലെല്ലാം നമുക്ക് ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും. പിന്നെ കസ്റ്റമായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം നിലവിൽ ട്വിച്ച്, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതെല്ലാം ഞാൻ ലൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിന് ഓപ്ഷനുണ്ട്. ഓക്കെ, ഇതെല്ലാം ഓപ്ഷനാണ് ചെയ്യാൻ പറ്റുക. ഏകദേശം നമ്മൾ OBS-ൻ്റെ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ യൂസേജും. അപ്പോൾ ഇതിനകത്ത് സ്ട്രീമിങ്ങിനായിട്ടൊരു സീൻ കൊടുത്തിട്ടുണ്ട്, വേറെ സീൻ, ഇൻട്രോ സീന്, പിന്നെ ബ്രേക്ക്, ഇതൊക്കെ ഞാൻ ഇതിൽ തന്നെ ഇൻബിൽറ്റ് തന്നെ ഉള്ളതാണ്, അതിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ കൺട്രോൾ ഓപ്ഷൻസ് ഉണ്ട്. സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ ഓപ്ഷനുണ്ട്. അതിങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇതാണ് അവിടെ കാണിക്കേണ്ടതെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, മറ്റതിലുള്ള പോലെ തന്നെയാണ്. OBS-ൽ ഉപയോഗിക്കുന്നവർക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ ഗോ ലൈവ് ഓപ്ഷൻ ഉണ്ട്, റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്. ഒരേ സമയം തന്നെ ലൈവ് സ്ട്രീമിങ്ങും റെക്കോർഡിങ്ങും ഒരേ സമയം ഓൺ ആക്കിയിട്ടുള്ള ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് കൊള്ളാമെങ്കിൽ ഇതിന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.